എൻ്റെ ആൻറ്റി അവരൊരു സകലകലാവല്ലഭിയായിരുന്നു. അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. എന്നാലും അവർ എന്നെ എല്ലാം പഠിപ്പിച്ചു. അവരുടെ ജീവിതത്തിൽ ഞാനൊരു ചാറ്റൽ മഴയായി പെയ്യുക തന്നെയായിരുന്നു. കാരണം വളരെ ശൂന്യതയോടെ ജീവിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ആൻറ്റി. അവരുടെ കഴിവുകളെല്ലാം അവർ തുറന്നു കാണിച്ചത് എൻ്റെ മുന്നിൽ മാത്രമായിരുന്നു. അത് എന്നെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. നാട്ടിൽ സകല തറ പരിപാടികളും കാണിച്ചു തരുന്ന എന്നെ നന്നാക്കാനാണ് വാപ്പ ഡിഗ്രിക്ക് പഠിക്കാനായി ഷീനാൻറ്റിയുടെ വീട്ടിലേക്ക് അയച്ചത്. വാപ്പയുടെ അനുജ ബഷീർക്കയുടെ ഭാര്യയാണ് ഷീനാൻറ്റി. പ്രായം 36 കഴിഞ്ഞു. ബഷീർക്ക മൂപ്പരെ ഞാൻ ഇക്കയെന്നും ആൻറ്റിയെ ആൻറ്റിയെന്നൊക്കെയാണ് വിളിക്കുക. ചെറുപ്പം മുതലുള്ള ശീലമാണ്. പഴയ വണ്ടികളും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമാണ് ചെയ്യുന്നത്. 2 മക്കളുമുണ്ട്. നാട്ടിലുള്ള ചിലരുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം വാപ്പ അറിഞ്ഞതാണ് ദൂരെയുള്ള ആൻറ്റിയുടെ വീട്ടിലേക്ക് എന്നെ പറിച്ചു നടാൻ പ്രധാന കാരണം. വയനാട്ടിലാണ് ആൻറ്റിയുടെ വീട്. അവിടെ അടുത്തൊരു കോളേജിൽ എനിക്ക് അഡ്മിഷനും ശരിയാക്കി. എന്നെ അവിടെ കൊണ്ടുവിടാൻ വാപ്പയും കൂടെ വന്നിരുന്നു. ഗൾഫിൽ നിന്നും ഏതോ അറബിയെ മൂടോടെ വിഴുങ്ങി കോടിക്കണക്കിന് പണവുമായി എത്തിയ എൻ്റെ പാപ്പ എൻ്റെ ചെലവിലേക്ക് 2 ലക്ഷം രൂപയുടെ ഒരു ചെക്കാണ് അവർക്ക് നൽകിയത്. ആ ചെക്ക് കണ്ട് പാവം ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചാകുമോ എന്ന് ഞാൻ ശങ്കിച്ചു. അത്രയ്ക്ക് ഭീകരമായിരുന്നു ആ മുഖപാവം. ഞങ്ങളെ അന്യരായി കണ്ടുകൊണ്ടല്ലേ ഇക്കഥ ഈ പണം തന്നത്. ഉള്ളിൽ സന്തോഷം പുറമേ കാണിക്കാതെ പരിഭവത്തോടെ ബഷീറൊക്കെ പറഞ്ഞു. ഇത് തന്നെ കുറഞ്ഞോ എന്നാണ് എൻ്റെ ശങ്ക. പണം ഒരു വിഷയമല്ല. എന്താവശ്യം വന്നാലും എന്നെ അറിയിച്ചാൽ മതി. നിന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പണം ഇട്ടു. പക്ഷേ ഇവന് പഠിപ്പ് കഴിയാതെ അങ്ങോട്ട് വിടരുത്. അത്രയും ഒരു ഉപകാരം മാത്രം നീ ചെയ്തു തരണം. പാപ്പയ്ക്ക് ആ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു. അവൻ്റെ കാര്യമൊക്കെ ഞാനും ഷീനയും കൂടി നോക്കിക്കോളാം. അവൻ മിടുക്കനല്ലേ. പണം കിട്ടിയ സന്തോഷമായിരുന്നു ആ പുകഴ്ത്തലിന് പിന്നിൽ. ചായ ഷീനാൻറ്റി ഒരു ട്രേയിൽ ചായയുമായി വന്നു. എന്തായാലും ഇതൊക്കെ ഇവനിവിടെ ആക്കി നന്നായി. ഞാൻ കച്ചവടത്തിൻ്റെ ആവശ്യത്തിന് ഇടയ്ക്കിടെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോകാറുണ്ട്. വീട്ടിൽ ഇവളും പിള്ളേരും തനിച്ചല്ലേ. ഇവനുള്ളതുകൊണ്ട് അവർക്കൊരു കൂട്ടുമായി. ചായ കുടിക്കുന്നതിനിടെ ഇക്ക പറഞ്ഞു. ഷീനാൻറ്റി തുറത്ത മുഖത്തോടെ എന്നെ തന്നെ നോക്കുകയായിരുന്നു. ഒരു നൈറ്റ് ധരിച്ചിരുന്ന ആൻറ്റി തലയിൽ ഒരു തട്ടവും കിട്ടിയിരുന്നു. 2 പ്രസവിച്ചെങ്കിലും ആൻറ്റിക്ക് പ്രായം ലേശം പോലും കൂടിയിട്ടില്ല എന്നെനിക്ക് തോന്നി. പണ്ട് കണ്ടതിനേക്കാൾ സൗന്ദര്യവും ചെറുപ്പവും കൂടിയിരിക്കുന്നു. ഇവൻ എൻ്റെ നാട്ടിൽ വല്ല കൃഷി വെപ്പിച്ചോ? ഒരു കാഴ്ചയോടെ ആൻറ്റി ചോദിച്ചു. കുറെ കുട്ടികളുണ്ട്. ഒന്നര പുറത്തൊരു പേച്ച് പോകുന്ന പേടിച്ച വെച്ചേ ഞാൻ ഇങ്ങനെ ഇവിടെ ആക്കിയത്. ഇവിടെ ആകുമ്പോൾ തൊട്ടടുത്ത് വീട് പതിയില്ലാത്തതുകൊണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളും. പാപ്പനെ രൂക്ഷമായി നോക്കി പറഞ്ഞു. പിള്ളേർ എപ്പോൾ വരും? പാപ്പ ചോദിച്ചു. 4 മണി കഴിയും. ഓ, അത്രയും പേർക്ക് ആക്കാൻ പറ്റില്ല. എനിക്ക് നേരത്തെ അങ്ങ് ചെന്നിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പാപ്പ പറഞ്ഞു. ചോറൊക്കെ ഉണ്ട ശേഷമാണ് പാപ്പ പോയത്. ആൻറ്റി എനിക്ക് കിടക്കാനുള്ള മുറി ശരിയാക്കിയിട്ടിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സാമഗ്രികളുമായി അവിടേക്ക് കയറി. പുതിയ വീടും പരിസരമൊക്കെ ചുറ്റി നടന്ന് കാണുന്നതിനിടെയാണ് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നത്. 2 പേരും എണ്ണേണ്ടപ്പോൾ ആളാത്തവരെ ഓടിയെടുത്തെത്തി. എന്തായാലും കുട്ടികൾ ഞാനുമായി സൗഹൃദത്തിലായി. എൻ്റെ ജീവിതം പുതിയ സ്ഥലത്ത് ഞാൻ ആരംഭിച്ചു. ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി. നാട്ടിൽ യഥേഷ്ടം വെടിവെച്ച് നടന്നിരുന്ന ഞാൻ പുതിയ സ്ഥലത്ത് സ്വന്തം കൈ ആശ്രയിച്ച് കാര്യങ്ങൾ നീക്കി. ഒരു സിനിമ നടിയിൽ സൗന്ദര്യമാണ് ആൻറ്റിക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരു പെണ്ണിനും ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ സ്വയം നന്നാക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇളകി മറിയുന്ന എൻ്റെ മനസ്സിനേക്കാൾ ഞാൻ ഇട്ട് നിയന്ത്രിച്ചു. ആൻറ്റിയും എന്നോട് സ്വന്തം മക്കളോട് കാണിക്കുന്ന അതേ സ്നേഹം കാണിച്ചതിനാൽ എൻ്റെ ഉദ്യമത്തിൽ ഞാൻ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ സാധാരണഗതിയിൽ നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സാധാരണ പോക്ക് അത് നീണ്ടു നിന്നില്ല. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടായത് ഒരു രാത്രി ഞാൻ വെള്ളം കുടിക്കാൻ കഴിയുന്ന ഒരു സമയത്താണ്. എൻ്റെ മുറി ഹാളിൻ്റെ ഈ ഭാഗത്തും അവരുടെ മുറി എൻ്റെ എതിർഭാഗത്തുമാണ്. ഡൈനിങ് ടേബിളിൽ നിന്നും വെള്ളം കുടിച്ച് തിരിഞ്ഞ് ഞാൻ ആൻറ്റിയുടെ മുറിയിൽ നിന്നും മടക്കി പിടിച്ച സംസാരം കേട്ട് അല്പനേരം നിന്നു. ഞാൻ നിൽക്കുന്നിടത്ത് നിന്നാൽ സംസാരം വ്യക്തമല്ലായിരുന്നു. എന്തായാലും സംഗതി മനസ്സിലായി. എന്തായാലും വഴക്കാണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ളവരും മുറിയുടെ വാതിൽ ചെന്ന് ഒളിഞ്ഞു നിൽക്കുന്നത് മോശമാണെന്ന് അറിയാമായിരുന്നെങ്കിലും അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നി. ഞാൻ ചെന്ന് ചെവിയോർത്തു. ഇതെന്നും ഇങ്ങനെ തളർന്നു കിടക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഒരു ചിന്തയില്ലാത്തത്? എൻ്റെ ഷീനെ, നീ ചെറുപ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് പ്രായമായി. ഇനി പണ്ടത്തെ പോലെ ഒന്നും പറ്റുന്ന വരില്ല. പിന്നെ 2 മക്കളായില്ലേ, നമുക്ക് അതൊക്കെ ചിന്തിക്കണ്ടേ? ഇനി അവർക്ക് വേണ്ടിയില്ലേ നമ്മൾ ജീവിക്കേണ്ടത്? എത്ര നാളായിക്ക എന്ന് വന്നാലും നിങ്ങൾക്ക് തളർച്ച മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നിക്കല്ലേ, പ്ലീസ് എൻ്റെ ഷീനെ, നീ കിടക്ക്. കുറച്ച് ദിവസം കഴിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നീ കിടക്ക്. നാളെ രാവിലെ എണീക്കണ്ടേ? കർണാടകയിൽ പോകണം. ഗൾഫുകാരുടെ ഭാര്യമാരുടെ ഗതിയാണല്ലോ എനിക്ക്. ഷീനെ, നീ ഉറങ്ങാൻ നോക്ക്. പിന്നെ ഞാൻ സംസാരം ഒന്നും കേട്ടില്ല. ആൻറ്റി അസംതൃപ്തിയായി ജീവിക്കുകയാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ കൂട്ടുകൂട്ടി. ഞാൻ ചിലർക്കെല്ലാം ഇതാണല്ലോ പ്രശ്നമെന്നറിയാതെ ഞാൻ ഓർത്തു. ആൻറ്റിയുടെ അവസ്ഥ ആലോചിച്ച് എനിക്ക് ശരിക്കും സങ്കടം വന്നു. അടുത്ത ദിവസം ആൻറ്റിയെ കണ്ടപ്പോൾ തലേരാത്രിയിലെ സംഭാഷണം എനിക്ക് ഓർമ്മ വന്നെങ്കിൽ ഞാനത് പുറമേ കാണിച്ചില്ല. ഇക്ക പറഞ്ഞ പോലെ കർണാടകയ്ക്ക് പോയി. ഞാൻ ചെയ്ത ശേഷം ആദ്യമായി ഇക്ക വ്യാപാരാവശ്യത്തിന് പുറത്തു പോകുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് എത്തുമെന്ന് എന്നോട് ഇക്ക പറഞ്ഞിരുന്നു. ഇക്ക പോയതോടെ ആൻറ്റിയുടെ പ്രസിഡന്റ് കൂടിയതുപോലെ എനിക്ക് തോന്നി. വേണ്ട, നിങ്ങൾ പോയാൽ മതി. സുബൈർ അവനിവിടെ നിന്നോട്ടെ. ആൻറ്റി അങ്ങനെ കുട്ടികളോട് പറയുന്നത് കേട്ടാണ് ഞാൻ വന്നത്. എവിടെ ആൻറ്റി എന്ന് ചോദിച്ചു. എൻ്റെ കുടുംബ വീട്ടിൽ. അവിടെ ഉമ്മയോ ഉപ്പയോ മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച വൈകിട്ട് ഇവർ രണ്ടും അവിടെ പോകും. ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളവിടെ നിർത്തണമെന്ന് അവർക്ക് വലിയ നിർബന്ധം. ആൻറ്റി പറഞ്ഞു. പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ ആൻറ്റി കുളിക്കാൻ കയറി. ഞാൻ ആദ്യം പിടിച്ച് മനസ്സുമായി തൊടിയിലേക്ക് ഇറങ്ങി. സുബൈറെ, ഈ ചക്കനത് എവിടെ പോയി? ആൻറ്റിയുടെ വിളിയാണ് എന്നെ ബോധമണ്ഡലത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. വെള്ളം ഞാൻ തിരിച്ചു നടന്നു. സൂര്യൻ ചക്രവാളത്തിൽ മറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ട് ഭൂമിയെ ഗ്രസിക്കാൻ തൻ്റെ കരാളഹസ്തങ്ങൾ നീട്ടി തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചൊല്ലുമ്പോൾ ആൻറ്റി മുൻവാതിട്ട് നിൽക്കും. ഇക്കുള്ളപ്പോൾ സ്ഥിരം നൈറ്റിയും തലയിൽ തട്ടവും ധരിച്ചു നിൽക്കുന്ന ആൻറ്റി ഞാനിതുവരെ കണ്ടിട്ടില്ല. ഒരു വശത്താണ് അവിടെ നിന്നിരുന്നത്. ചൂപ്പിൽ കറുത്ത പട്ടങ്ങളുള്ള ഒരു ചുരിദാറാണ് ആൻറ്റി ധരിച്ചിരുന്നത്. എന്താടാ കണ്ടില്ലാത്തതുപോലെ നോക്കുന്നത്? എന്നെ ഗ്രഹണ പിടിച്ച നോട്ടം കണ്ട് ആൻറ്റി ചോദിച്ചു. ആൻറ്റി ചുരിദാറിടോ? ചമ്മൽ പുറമെ പ്രകടിപ്പിയത് ഞാൻ വേഗം ചോദിച്ചു. എന്താ ഇട്ടോടെ? ആൻറ്റി ചിരിച്ചിട്ട് തുറന്നു. ഇപ്പോഴെപ്പോഴും നിന്നിട്ടാൻ സമ്മതിക്കത്തില്ല. പിള്ളേർ കാണുമ്പോൾ ഇപ്പോൾ ഏതായാലും ഇക്കയും പിള്ളേരില്ലല്ലോ. എപ്പോഴും മൂടിപ്പോയി ചേർക്കുന്നല്ലേ. അല്പം കാറ്റൊക്കെ കയറണ്ടേ? രാത്രി കഴിക്കാൻ എന്ത് വേണം? എന്തായാലും മതി. എന്തായാലും ഒരു ഐഡിയ താടാ. നമ്മൾ രണ്ടാളേ ഉള്ളൂ. ഇഷ്ടമുള്ള എന്തായാലും പറ. നെഞ്ചിലിരിക്കുന്ന ഇറച്ചി മതി. ഇറച്ചിയോ?
ഇതൊക്കെ കഴിക്കോടാ, പിന്നെ അല്ലാതെ എന്താ കഴിക്കും ചോദിക്കുന്നത്. അല്ല നീ ചെറുതായപ്പോഴൊന്നും കഴിച്ചിരുന്നില്ല, അത് ചെറുതിലല്ലേ, ഇപ്പോൾ ഞാൻ എല്ലാം കഴിക്കും. എൻ്റെ തീറ്റ കൂടി പോയതുകൊണ്ടല്ലേ എന്നെ ഇങ്ങോട്ട് പാഴ്സലാക്കിയത്. ഓഹോ സാരില്ല, നിനക്ക് മതിയോളം കഴിക്കും, ഞാൻ തന്നാൽ പോരെ. ഞാൻ എന്തായാലും നിന്നെ ഇവിടെ ഓടിപ്പിക്കില്ല. എന്നാൽ വേഗം പോന്നോട്ടെ ആൻറ്റി, എനിക്ക് വിശപ്പ് സഹിക്കാതെയായി, ഒന്ന് ക്ഷമിക്കടാ, ഇപ്പോൾ വരാം. അങ്ങനെ ആൻറ്റി എനിക്ക് ആ ഇറച്ചി നല്ലപോലെ ചൂടാക്കി തന്നു. ഇതുവരെ ഞാൻ കഴിച്ചതിനേക്കാൾ ഏറ്റവും രുചിയുള്ള ഇറച്ചി അതായിരുന്നു. വേറെ എവിടെ നിന്നും ഞാൻ അങ്ങനെ ഇറച്ചി കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ പറമ്പിലിറങ്ങി ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും വിശന്നു. അങ്ങനെ ഞാൻ കയ്യിൽ ചൂട് ദോശ ചുട്ട് കൊടുത്തു. അപ്പോൾ ചമ്മന്തിയും ആൻറ്റിക്കത് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഒരാഴ്ച ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ഉണ്ടാക്കി കൊടുത്തു. ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു. ആൻറ്റി ആ ഒരാഴ്ച ഒത്തിരി സന്തോഷവതിയായിരുന്നു. ഒരുപാട് നാളായി കിട്ടാതിരുന്നതെല്ലാം എന്നിൽ നിന്ന് കിട്ടിയപ്പോൾ ആൻറ്റിക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെയായിരുന്നു. അങ്ങനെ എൻ്റെ ഡിഗ്രി പഠനം മുഴുവനും അടുത്ത് പൊളിച്ച് ഞാൻ അവിടെ ജീവിച്ചു. ആൻറ്റിക്ക് പിന്നീട് ഒരിക്കലും വിഷമിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ വിഷമിപ്പിക്കാൻ ഒരു അവസരം പോലും ആൻറ്റിക്ക് കൊടുത്തിട്ടില്ല. ജീവിതത്തിലെ എല്ലാ സന്തോഷവും ഞാൻ തന്നെ ആൻറ്റിക്ക് കാണിച്ചു കൊടുത്തു. ഒപ്പം ആൻറ്റിയും എനിക്ക് എല്ലാം പറഞ്ഞു തന്നു, ഒരു ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഒരിക്കലും ഇത്തയെ പോലെ ആവരുതെന്നും അവർ എന്നെ പറഞ്ഞു തന്നു. കാരണം ജീവിതത്തിൽ കാശ് മാത്രമല്ല ഏറ്റവും വലുത്, അതിനേക്കാൾ വലിയ കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടെന്ന് എന്നെ മനസ്സിലാക്കി തന്നതും ആൻറ്റി ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് പോന്നതിന് ശേഷം ഞാൻ ആൻറ്റി ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ വരാറും പോകാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു. അപ്പോൾ എന്താ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകില്ലല്ലോ. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നിങ്ങളിലേക്ക് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ ഫ്രണ്ട്സ്.